ഈ റോസ് പിങ്ക് സിറ്റിയായ ജയ്പൂരിനെ അക്ഷരാർത്ഥത്തിൽ റോസാപ്പൂക്കൾ കൊണ്ട് നിറച്ചു സമസ്തിപൂർ ബീഹാറിൽ നിന്നുള്ള ഒരു 15 വയസ്സുകാരൻ വൈഭവ് സൂര്യവംശി. നോക്കൂ, ഇന്നലെ നടന്ന മത്സരത്തിൽ RR വേഴ്സസ് ലക്നൗ സൂപ്പർ ജയൻസ്. ആദ്യം ബാറ്റ് ചെയ്ത ലക്നൗ സൂപ്പർ ജയൻസ് മിച്ചൽ മാർഷിന്റെ മനോഹരമായ ഇന്നിങ്സ് 57 ബോളിൽ 96, 29 ബോളിൽ 60 റൺസ് എടുത്ത ജോഷ് ഇംഗ്ലീഷ്, 16 റൺസ് എടുത്ത നിക്കോളസ് പുരൻ, 35 റൺസ് എടുത്ത ക്യാപ്റ്റൻ ഋഷഭ് പന്ത് സഹായത്തോടെ 20 ഓവറിൽ 220 റൺസ് അടിച്ചു. തുടർന്ന് ചേസ് ചെയ്തിട്ടുള്ള നമുക്ക് ഈ 220 ഒതുക്കി എന്ന് പറയണം. നമുക്ക് എന്താ വെച്ചാൽ ആദ്യത്തെ 8.2 ഓവറിൽ 109 റൺസ് അടിക്കുമ്പോഴാണ് ഒന്നാമത്തെ വിക്കറ്റ് നഷ്ടപ്പെടുന്നത്. അത്ര റൺ റേറ്റിൽ പോയി. 12.2 ഓവറിൽ 151 അടിച്ചു. ആ ടീമിന് ലാസ്റ്റ് 8 ഓവറിൽ ഒരു 100 റണ്ണെങ്കിലും അടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. 220 ഒതുക്കി 250 എത്തേണ്ട സ്കോറായിരുന്നു. തുടർന്ന് ബാറ്റിംഗ് വന്നിട്ടുള്ള നമ്മുടെ നമ്മുടെ ജയ്സ്വാൾ 23 ബോളിൽ 43 റൺസ് അടിച്ചു. നോക്കൂ, അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള നമ്മുടെ 15 വയസ്സുകാരൻ ഒന്നും പറയാനില്ല, 38 ബോളിൽ 93 റൺസ്. നമ്മൾ നോക്കേണ്ടത് ആദ്യത്തെ 10 ബോളിൽ 5 റൺസാണ് എടുത്തത് അയാൾ. പിന്നത്തെ 27 ബോളിൽ അയാൾ 88 റൺസ് അടിച്ചു. നോക്കി നോക്കൂ, 7 ഫോറും 10 പട്ടുകൂറ്റൻ സിക്സറുകളും. അത് കഴിഞ്ഞിട്ട് 38 ബോളിൽ 53 റൺസ് എടുത്ത ധ്രുവ്. പ്രിട്ടോറിയസിന് കളിക്കാൻ പറ്റിയില്ല, 7 റൺസിന് ഔട്ടായി. പക്ഷേ 10 ബോളിൽ 16 റൺസ് അടിച്ച ഡൊണോൻ ഫെരേരയും ചേർന്നിട്ട് 3 വിക്കറ്റ് നഷ്ടത്തിൽ 19.1 ഓവറിൽ ഈ 220 ചേസ് ചെയ്തു. ഇപ്പോൾ RRന് ഒരു ചാൻസ് ആയി. നോക്കൂ, വേറൊരു റെക്കോർഡ് കൂടിയുണ്ട് നമുക്ക് വൈഭവ് സൂര്യവംശിക്ക്. ഈ ഒരു IPL സീസണിൽ ഏറ്റവും കൂടുതൽ സിക്സ് അടിച്ചിട്ടുള്ള പ്ലെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സൽ സ്റ്റാർ ആയിട്ടുള്ള ബോസ് ആയിട്ടുള്ള നമ്മുടെ ക്രിസ് ഗെയിലാണ്. ക്രിസ് ഗെയിൽ 59 സിക്സാണ് അടിച്ചിരിക്കുന്നത്. ഈ വൈഭവ് സൂര്യവംശി 15 വയസ്സുകാരൻ ഓൾറെഡി 53 സിക്സ് അടിച്ചിരിക്കുകയാണ്. ഒരു കളി കൂടി ബാക്കിയുണ്ട്. അതായത് പ്ലേ ഓഫിൽ വന്നില്ലെങ്കിൽ ഒരു കളി കൂടി ബാക്കിയുണ്ട്. 6 സിക്സ് അടിക്കുകയാണെങ്കിൽ ആ റെക്കോർഡിനൊപ്പം എത്തും. 7 സിക്സ് അടിക്കുകയാണെങ്കിൽ ആ ഗെയിലിന്റെ റെക്കോർഡ് തകർക്കും 15 വയസ്സുകാരൻ. ഇപ്പോൾ പോയിന്റ് നില നോക്കൂ. നമ്മൾ 18 പോയിന്റുമായിട്ട് RCB 1-ാം സ്ഥാനത്ത്, 16 പോയിന്റുമായിട്ട് GT 2-ാം സ്ഥാനത്ത്, ദെൻ 16 പോയിന്റുമായിട്ട് നമ്മുടെ SRH 3-ാം സ്ഥാനത്ത്, ദെൻ പഞ്ചാബിനെ 5-ാം സ്ഥാനത്തേക്ക് പിന്തള്ളി RR 14 പോയിന്റുമായിട്ട് 4-ാം സ്ഥാനത്തുണ്ട്. 5-ാം സ്ഥാനത്ത് പഞ്ചാബ് പറഞ്ഞു. 6-ാം സ്ഥാനത്ത് നമ്മുടെ ചെന്നൈ ഉണ്ട്. ദെൻ 7-ാം സ്ഥാനത്ത് നമ്മുടെ ഡൽഹി. ഇപ്പൊ ഇന്ന് നടക്കാൻ പോകുന്ന മത്സരം നമ്മുടെ KKRഉം മുംബൈയും തമ്മിലാണ്. ഇതിലെ ഒരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ KKRന് ഒരു ചാൻസ് ഉണ്ട്. KKRന്റെ 12 കളി കഴിഞ്ഞിട്ടുള്ളൂ. KKR അടുത്ത 2 കളി ജയിക്കുകയും RRഉം പഞ്ചാബും തോൽക്കുകയും ചെയ്താൽ 15 പോയിന്റുമായിട്ട് KKR പ്ലേ ഓഫിൽ